ഹായ് ഗായ്സ്. അപ്പോ ഇത് നമ്മളെ യൂട്യൂബിലെ ലാസ്റ്റ് വീഡിയോ കാരം, ഫുട്ബോൾ കണ്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ കാരം. ഓക്കെ, ഞാൻ പറയാം. സംഭവം എന്താ വെച്ചാൽ ഞാന് ഫുട്ബോള് നിർത്തി പറഞ്ഞാൽ എനിക്ക് ഇഞ്ചുറി ആണ്, ബാക്ക് പെയിൻ ആണ്, മാറണില്ല. അപ്പോ അതുകൊണ്ട് നിർത്തേണ്ടി വന്നു ഫുട്ബോള്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിർത്തുന്നൊന്നും. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇഞ്ചുറി ആണ്. ഒരു പ്ലെയറിനെ സംബന്ധിച്ച് നോക്കുമ്പോ, ഇപ്പൊ ഒരു ആശാരിനെ സംബന്ധിച്ച് നോക്കുമ്പോ ആശാരിയുടെ ആയുധം പറഞ്ഞ ഉളിയാണ്. ആ ഉളിക്ക് എന്തെങ്കിലും പറ്റിയ മാറ്റി വേറെ ഉളി വാങ്ങാം. ആ ഉളിക്ക് പിന്നെ ചാൻസ് ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ഒരു ഫുട്ബോളറിന്റെ ആയുധം പറഞ്ഞ അവന്റെ ശരീരമാണ്. അപ്പോ ശരീരം ഒക്കെ അല്ലെങ്കിൽ പിന്നെ നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുട്ബോൾ നിർത്തി. ഞാൻ ഇപ്പോ നഴ്സിംഗ് എടുക്കാൻ പോവാണ്. അപ്പോ ഞാനിപ്പോ 2 ഇയർ പോയി കോളേജിൽ പഠിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് 2 ഇയർ പോയി. അപ്പോ എല്ലാരും എന്ത് ചെയ്യാ, അപ്പോൾ പഠിക്കാൻ. ഞാൻ അപ്പൊ പഠിച്ചില്ല. ഞാൻ കോളേജിൽ പോയും പരീക്ഷ എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ 3 സെമ്മിന് ഞാൻ ഇതുവരെ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. കളിച്ചിറങ്ങി. ഞാൻ അപ്പൊ എന്റെ ഇതിലെന്താ, എന്റെ ഫുട്ബോള് എനിക്ക് അത്ര ഉറപ്പായിരുന്നു, നല്ല ഉറപ്പായിരുന്നു എനിക്ക് ഞാൻ ഫുട്ബോളിൽ എന്തെങ്കിലും ആവുന്നു. പക്ഷെ ആവാൻ പറ്റിയില്ല. ഗോഡ്സ് പ്ലാൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മളെന്ത് വിചാരിച്ചു, നമ്മളെന്ത് ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളെത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വിധി പറഞ്ഞ സാധനമുണ്ട്. ഗോഡ്സ് പ്ലാൻ ഇസ് ഡിഫറെന്റ്. അതായത് നമ്മൾ വിചാരിക്കണമല്ല, ദൈവം വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതേ നടക്കൂ. ഞാനൊരു ദൈവവിശ്വാസി പറഞ്ഞാൽ പഠിച്ചോന്റെ വിശ്വാസമുണ്ട്. അപ്പോ എല്ലാരും പഠിക്കുക പറഞ്ഞാൽ നമ്മളെ കളിയുടെ കൂടെ അപ്പൊ പഠിത്തം കൂടി നോക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം കൊണ്ട് പറയണം. എന്റെ 2 വർഷം പോയി. ഇപ്പോ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകണമെന്നല്ല. ഇപ്പൊ എന്റെ ഒരു ഫാമിലി ആയതുകൊണ്ട് എന്നെ പഠിക്കാൻ വിടുകയാണ് വീണ്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധാരണ ഒരു ഫുട്ബോളിന് സംഭവിക്കണം എന്താ വെച്ചാല്, ഓന്റെ ഇതേപോലെ എല്ലാ ഫുട്ബോൾ ഒരു 100 ഫുട്ബോളർ എടുത്തു കഴിഞ്ഞാല് അതില് ചിലപ്പോ ഒരു 10 ആളുകൾ നന്നായിട്ടുണ്ടാവുള്ളൂ. 10ഉം ചിലപ്പോ ഉണ്ടാവില്ല, നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. 90 ആൾക്കാരെ ലൈഫും പറ്റേ ഇല്ലാതാക്കിയത്. കാരണം എന്താ വെച്ചാൽ ഈ ഫുട്ബോൾക്ക് നമ്മൾ ഫുള്ള് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പഠിത്തം അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ പഠിത്തം എത്തുമ്പോഴാണ് നോക്കുക. അധികം ആൾക്കാരും പഠിത്തത്തിലേക്ക് ഇതാവൂല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാല്, ഈ ഫുട്ബോളിന്റെ കൂടെ എന്തായാലും പഠിത്തം കൂടി കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ ഇപ്പൊ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നതല്ല. ഇപ്പൊ എന്റെ ഫാമിലിക്കാര് എന്നെ പഠിക്കാൻ വിടാൻ റെഡി ആയതുകൊണ്ടാണ് ഞാൻ പോണത്. എന്നെ വിടുന്നത്. സാധാരണ ഒരു ഫുട്ബോളിന് സംഭവിക്കുക എന്താ വെച്ചാല്, നമ്മളെ ഫുട്ബോളിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ, ഒരു വയസ്സായി കഴിഞ്ഞാല് നേരെ ഗൾഫിലാണ് വിടും. പിന്നെ ദുബായ്ക്കാരനായി അങ്ങനെ ആവും. ഇപ്പോ എന്റെ പേരക്കാര് പഠിക്കാൻ വിടുന്നോണ്ട് ഞാന് പഠിക്കാൻ പോണു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അത് വീണ്ടും എടുത്ത് പറയണം, പഠിക്കുക. എന്താ വെച്ചാല് ഇത് നമ്മളെ കയ്യിലല്ല, നമ്മൾ വിചാരിക്കണ പോലെയല്ല സംഭവങ്ങൾ. നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെന്നെ ഷുവർ ആയിട്ടും കാര്യമില്ല. പഠിച്ചോന്റെ രീതി ഉണ്ട്, അത് ഉണ്ടാവണം. അപ്പൊ ഇത് എനിക്ക് കളിച്ചിട്ട് കിട്ടിയ ബാക്ക് പെയിൻ ഒന്നുമല്ല. എനിക്ക് എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോ അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇഞ്ചുറി വരാതെ നോക്കുക. ഇഞ്ചുറി വന്നാൽ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒരു പ്ലെയറിന്റെ ഒരു ആയുധമാണ് നമ്മളെ ശരീരം. ആയുധമല്ല പിന്നെ നമുക്ക് പണിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ആ സ്ഥാനത്ത് വേറെ പ്ലെയർ വരും. അപ്പൊ നമ്മള് പോവാം. അപ്പോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങള് ഡിസ്മോട്ടിവേറ്റ് അതായത് അതിനെന്താ പറയാന്ന് അറിയില്ല, മോട്ടിവേഷൻ കളയല്ല. എന്താ വെച്ചാല് റിയാലിറ്റി പറയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരേപോലെ ആയിക്കോണമെന്നില്ല. ചിലപ്പോ നന്നാവും. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഗോഡ്സ് പ്ലാൻ എന്ന് പറഞ്ഞല്ലേ, അതിപ്പോ നമ്മളിപ്പോ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു പ്ലെയർ എത്തണില്ല വിചാരിച്ചോ, എന്നാൽ ചിലപ്പോ ഒരു അധികം ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാത്ത പ്ലെയർ ആകാരം നല്ല നിലയിൽ എത്തി കിട്ടുക. അത് അങ്ങനെയാണ്. അത് പഠിച്ചവന്റെ വിധി ഉണ്ടല്ലോ, അത് അതുപോലെ നടക്കുള്ളൂ. നമ്മൾ എന്ത് വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഞാന് ഇപ്പൊ എടുത്ത് നടത്തിയിട്ടുള്ളൂ ഫുട്ബോള്, എനിക്ക് എന്തെങ്കിലും ഒരു കരിയർക്ക് ആയി പെടാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അൻസിൽ എന്നാണ് പേര്. അപ്പൊ ഓനിപ്പോ മുത്തൂരി കളിക്കാണ്. ഓന് പറഞ്ഞാൽ ഓൻ മൂല്യരാൻ പോയിന്നാണ്. ഓനിപ്പോ കളി തുറത്തിയിട്ട് എനിക്ക് തോന്നുന്നു, അതായത് ഫൈവ്സിനാണ് ഓനിങ്ങനെ കളിച്ചിങ്ങനെ വന്നത്. ഫൈവ്സൊക്കെയാണ് ആദ്യം ഫസ്റ്റ് കളിച്ചിരുന്നത്. ഓന് ഇപ്പൊ എന്റെ ഒരു അറിവിൽ ഒരു 3-4 കൊല്ലോളം ഉണ്ടാവുക അവൻ കളി തുറത്തിയിട്ടുണ്ടാവുക. അപ്പോ ഓന് ഫൈവ്സ് എന്നോടൊക്കെ പറഞ്ഞു, ഓനൊക്കെ ആരും ഒന്നും കളിച്ചിരുന്നില്ല. ഞാനൊക്കെ ഫൈവ്സൊക്കെ അങ്ങനെ കളിക്കുമ്പോ ഓനക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാകുന്ന ഫൈവ്സിൽ നമ്മളെ ഒരു അത്യാവശ്യം കളിക്കുന്ന ക്ലബുണ്ട്, ക്ലബിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ കളിക്കാൻ എനിക്ക് പൂതി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്.
അപ്പൊ ഓന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരപ്പോ ഓനിപ്പോ എന്താ KP കളിക്കുന്നുണ്ട് മുത്തൂരില്. ഓനെന്താ 4 കൊല്ലമായിട്ടുള്ള തുടച്ചിട്ട് ഓൻ 3ാമത്തെ കൊല്ലം എന്തോട്ട് കഴിഞ്ഞ സീസണിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു മുത്തൂരിൽ ഓനുണ്ടായിരുന്നു ഡെവലപ്മെന്റ് ലീഗ്. ഇപ്പൊ ഓന് എന്താ ഡെവലപ്മെന്റ് ലീഗും KP കളിക്കുന്നുണ്ട് എന്താ മുത്തൂരിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നമ്മള് എന്താ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പഠിച്ചൊരു വിധിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാം. അതിന് ഇത്ര വർഷം വർക്ക് ചെയ്തൊന്നുമല്ല. നിങ്ങൾ കുറെ നിങ്ങള് എല്ലാ പ്ലേയേഴ്സിന്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കി നോക്ക്. ചെറുപ്പത്തിൽ നല്ലോ ഹാർഡ് വർക്ക് നല്ല ടീമുകളിലൊക്കെ കളിച്ചിരുന്ന പ്ലേയേഴ്സ് ചിലപ്പോൾ വലുതാകുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്നൊക്കെ കയറി വരാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നന്നാവാനും സാധ്യതയുള്ളൊരു മേഖലയാണ് കേടരാൻ മീൻസ് ലൈഫ് ആകെ സ്പോയിലായി പോകാനും സാധ്യതയുള്ളൊരു മേഖലയാണ് ഫുട്ബോൾ. അത് മനസ്സിലാക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പറയാനുള്ളത് ലൈഫ് നോക്കുക. ഫുട്ബോൾ വെച്ചിട്ട് നടക്കരുത്. ഫുട്ബോൾ വേണം, അതിന്റെ കൂടെ നമ്മളെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ പൊട്ടനായി പോകും. അപ്പോ എന്താ പറയാനുള്ളത്, ഇനിയിപ്പോ എന്താ പറയാനുള്ളത് വെച്ചാ ഇതൊന്നും കിട്ടണില്ല. ഇത് ഞാൻ ഇപ്പൊ പറയാം, ഇതിനിപ്പോ ഒരു കട്ടിങ് ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ ഇടയിൽ. അത് അങ്ങനെ ഇടുന്ന വീഡിയോ ആണ് ഇത്. എനിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല, ഇതിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര കാലം ഇരുന്ന് ഉണ്ടായതാണ്, യൂട്യൂബിൽ ഉണ്ടായതാണ്. അപ്പോ നിങ്ങളോട് പറയണം എന്താണ് ഞാൻ വീഡിയോ നിർത്തുന്നതെന്ന് എനിക്ക് നിങ്ങളോട് പറയണം. അപ്പൊ അതിനുള്ളൊരു ഇതാണ്. അപ്പൊ അതാണ് എനിക്ക് ഒട്ടും പറ്റാനുള്ള കഴിച്ച്. ഞാന് ഇപ്പൊ ഇങ്ങനെ മാറും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ പോയി വർക്കൗട്ട് ചെയ്താൽ ഇന്റെ ആളാകും. നല്ല പ്രശ്നമാണ്, ഇപ്പോഴും ഉണ്ട് എനിക്ക് പെയിന്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഞങ്ങളെ കോളേജിന്റെ ഇന്റർ സോണൊക്കെ ഞാൻ പെയിൻ കില്ലറൊക്കെ അടിച്ചിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് പറ്റണില്ല, അത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ കൂടാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാൽ ജിമ്മിൽ പോകുമ്പോൾ നല്ലൊരു ട്രെയിനറായിട്ട് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാതിരിക്കുക. എനിക്ക് സംശയം അതാണെന്നാണ് തോന്നുന്നത്, ലിഫ്റ്റ് ചെയ്താണ് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ പറയാനുള്ളത്, എനിക്ക് എന്താ പറയാനുള്ളത് കിട്ടണില്ല. പിന്നെ ഇനി വരുന്ന കാര്യങ്ങൾ പറയാം. ഇതിപ്പോ ഞാൻ ഊട്ടിയിലാണ് ഉള്ളത്, ഞാൻ പുറത്തേക്ക് നീച്ചിട്ടാണ്. എന്റെ ഫ്രണ്ട് ഉണ്ട്, അർഷിദ് ഉണ്ട്. അപ്പോ ഞാൻ ഇന്നലെ വന്നതാണ് ഊട്ടിക്ക്. ഞാൻ ഇതില് യൂട്യൂബില് ഇനി നമ്മളെ വ്ളോഗ്സുകളാക്കാരം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിന്ന് റവന്യൂ ഉണ്ട്, യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ട്. അപ്പോ വെറുതെ അത് കളയണ്ടല്ലോ വെച്ചിട്ടാണ്. കാരണം അത് പൈസ കിട്ടണല്ലേ. അപ്പൊ എന്താ വെച്ചാല് പഴയ റവന്യൂസ് ഒക്കെ ഉണ്ട്, ഇതിന്റെ പഴയ മുന്നത്തെ വീഡിയോസിന്റെ ഒക്കെ ഇങ്ങനെ നിങ്ങളിപ്പോ വീണ്ടും കാണുകയാണെങ്കിൽ അതിന്റെ റവന്യൂ ഒക്കെ കയറും. അപ്പോ ഇതൊരിക്കലും ബ്ലോക്കായി പോകുന്നില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ ചിലപ്പോൾ പറ്റിയ ഡൗൺ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ വ്ളോഗുകളായിട്ട് വരും യൂട്യൂബില്. ഇപ്പൊ ഞാൻ ഊട്ടിയിലാണ് വ്ളോഗ് എടുക്കാൻ വന്നാണ്, സത്യത്തിൽ വ്ളോഗ് എടുക്കാനായിട്ട് വന്നാണ്. ഇപ്പൊ നമ്മളെ കുറച്ച് യൂട്യൂബിന്റെ റവന്യൂ കിട്ടിയെന്ന് കുറെ കാലത്തിന് ശേഷം. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാകും. അപ്പൊ അങ്ങനെ പോകുന്നതാണ്. ഇപ്പൊ ഞാൻ ഉറക്കത്തിന് തേച്ചിട്ടാണ്, പല്ലും കൂടി തേച്ചില്ല. സത്യം പറഞ്ഞാൽ പല്ലൊക്കെ ബ്രഷ് ഇല്ല, കയ്യിൽ വാങ്ങണം. അപ്പോ പെട്ടെന്ന് ഇനി അടുത്ത വ്ളോഗ് വരാൻ വീഡിയോ വരാൻ നമ്മളെ വ്ളോഗൊക്കെ തരാം. അപ്പൊ അതിന്റെ മുമ്പേ നിങ്ങളോട് ഇത് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയണം. ഒരു കട്ടിങ്ങോ ഒരു എഡിറ്റിങ്ങോ ഒന്നും ഇല്ലാതെ പറയാണ്. ഇതെന്താ വെച്ചാൽ എനിക്ക് എല്ലാരും കാണുന്നില്ല. ഇന്നെ സ്നേഹിക്കണോല് ചിലപ്പോ ഇത് കാണും, അല്ലെങ്കിൽ ഇന്നെ പറ്റി അറിയണോല് ചിലപ്പോ ഇത് കാണും. അപ്പൊ അതുകൊണ്ട് പറയാണ്, ഓൽക്ക് വേണ്ടിട്ട് പറയാണ്. ഇതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിസ്മോട്ടിവേറ്റ് ആയി പോകരുത്. സംഭവം എന്താ വെച്ചാൽ ഫുട്ബോളിൽ നന്നാവുകയാണെങ്കിൽ നല്ല നിലക്ക് നന്നാവണം, അല്ലെങ്കിൽ പിന്നെ വെറുതെ. അതിപ്പോ ഏതൊരു മേഖല ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എന്തൊരു മേഖല ആയിക്കോട്ടെ, അതിലിങ്ങനെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഫുട്ബോളിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ടീമിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ സിനിമയിൽ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഒരു നല്ലൊരു നിലയ്ക്ക് എത്തണം, എന്നാൽ തന്നെയുള്ള ലൈഫ് മുന്നോട്ട് പോവാ. ഇപ്പൊ ഒരു സെവൻസ് കളിക്കുന്ന ഒരു പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ ടൈമിലുള്ള പൈസ തന്നെ ഉള്ളൂ. ആ ടൈമിൽ ചിലപ്പോൾ നല്ല പൈസ ഉണ്ടാക്കാൻ കഴിയും, ബാക്കിയുള്ള എന്ത് ജോലിനേക്കാളും. പക്ഷെ എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉള്ള റിയാലിറ്റി മനസ്സിലാക്കുക. നിങ്ങൾ ഇഞ്ചുറി വരുത്താതെ നോക്കുക. അതാണ് എന്തൊരു മേഖലയാണെങ്കിലും അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ മുകളിലേക്ക് ടോപ്പ് എത്തി കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ നമ്മള് നല്ലൊരു ജീവിതത്തിൽ സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ തൊലിഞ്ഞ് നടക്കേണ്ടി വരും. ഇപ്പൊ ഫുട്ബോളിൽ തന്നെ നല്ലൊരു നിലയ്ക്ക് എത്തണം. അല്ലെങ്കിൽ എന്നിങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ നല്ല ടീമിലുണ്ട്, അല്ലെങ്കിൽ വലിയ ക്ലബിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ജീവിക്കാൻ പൈസ വേണം, ഒക്കെ വേണം, നമുക്ക് കാര്യങ്ങൾ വേണം. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ഡിസ്മോട്ടിവേറ്റ് ആയി പോകരുത്. നന്നാൻ പറ്റാൻ നല്ല മേഖലയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നാ നിങ്ങൾക്ക് നന്നു. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളെ ലൈഫ് സ്പോയിലായി പോകും. പഠിച്ചോളി. അപ്പൊ അതാണ് പറയാല്ലേ. പഠിച്ചിട്ടും ചിലപ്പോ നമുക്ക് ജോലിയൊന്നും കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ പഠിത്തണ്ടേ അതൊരു ഇതാണ്. അപ്പൊ അങ്ങനെ
അപ്പൊ ഞാൻ എന്തായാലും എന്റെ മുൻ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനി എന്റെ പ്ലാൻ എന്താ വെച്ചാല് നഴ്സിംഗ് പഠിക്കാൻ പോവാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. പക്ഷെ ഇനി ഒരു പരീക്ഷ എഴുതിക്കണം ഞാൻ, എൻട്രൻസ്. അത് ജയിക്കണം തോന്നുന്നു, എന്താ അഡ്മിഷൻ കിട്ടാൻ. അപ്പൊ അതും കൂടി കിട്ടി കഴിഞ്ഞാലുള്ളൂ എനിക്ക് പഠിക്കാൻ പറ്റുക നഴ്സിംഗ്. ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇനി വ്ളോഗുകൾ പറഞ്ഞാൽ നമ്മള് ഇനി അധികം ഇങ്ങനെ ഇപ്പൊ ഞാൻ ഊട്ടിക്ക് വന്ന് വ്ളോഗ് എടുക്കാനായിട്ട് വന്നാണ്. ട്രാവലിംഗ് ഒക്കെയാണ് പ്ലാൻ. ട്രാവൽ ചെയ്യാൻ നമുക്ക് പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വ്ളോഗ് എടുക്കും. അതൊക്കെയാണ് പ്ലാനുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം. ഇതൊക്കെ തന്നെയാണ് എന്റെ പറയാനുള്ളത്. എനിക്ക് എന്താ പറയണ്ടെന്നൊന്നും അറിയണില്ല. ഇത് പെട്ടെന്ന് ഉറക്കത്തിൽ നീച്ചിട്ട് എന്റെ എന്തൊക്കെ കണ്ടങ്ങൊക്കെ അറിയാം. വർത്താനം നാവൊക്കെ ഇതാവണില്ല. അപ്പൊ അത് കണ്ടങ്ങ് മനസ്സിലാവും. ഉറക്കത്തിൽ നീച്ചിട്ട് ഇതാക്കുകയാണ്. ഞാൻ അപ്പൊ ഊട്ടിയിലാണല്ലേ, അപ്പൊ വ്ളോഗ് എടുക്കാൻ ഇതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ വീണ്ടും പറയുന്നത്. അതാണ് പറയാനുള്ളത് നിങ്ങളോട്. ലൈഫ് സ്പോയിലാക്കല്ലേ. ഒറ്റൊരു ലൈഫുള്ളൂ. നന്നാവാൻ പറ്റുകയാണെങ്കിൽ നല്ലപോലെ നന്നാവുക. ഫുട്ബോൾ ഓക്കെ ആണ്, പക്ഷെ എന്താ വെച്ചാൽ രക്ഷപ്പെട്ടതിനേക്കാൾ കൂടുതൽ ജീവിതം തൊലഞ്ഞോലാണ് ഫുട്ബോളിൽ ഉള്ളത്. ഇതെങ്ങനെയാണെന്നോ, രക്ഷപ്പെടാണെങ്കിൽ നല്ല നിലയ്ക്ക് രക്ഷപ്പെടും. അല്ല അതായിട്ട് നമ്മൾ പോവാ. അല്ലെങ്കിൽ ചെലവിലുണ്ട് ഇത് രണ്ടും പാടെ ഒപ്പം കൊണ്ടേ നടക്കണവര് ഒരു ചിലപ്പോ കഴിച്ചിലാവും. പിന്നെ ഒക്കെ ഭാഗ്യം പോലെയാണ്. അല്ലാത്തൊരു തൊലിഞ്ഞ് നടക്കും കേട്ടോ. ജീവിതം സ്പോയിലായി പോവും. നിങ്ങളൊരു ഏതൊരു ഫുട്ബോളർ എടുത്തു, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഫുട്ബോളേഴ്സ് ഉണ്ടാവും. ഓരോ ലൈഫ് എടുത്തു നോക്ക്. പണ്ട് ഒമ്പ കളിക്കാരനെ കാരം. ഇപ്പൊ എന്തൊക്കെ അവസ്ഥ. ഇപ്പൊ ദുബായില് അറബിയുടെ പണിയിലേക്കാരം, അറബിയുടെ വീട്ടിലേക്കാരം. അപ്പോ മനസ്സിലാക്കുക. അത്രയുള്ളൂ പറയാല്ലേ. പിന്നെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് പിടിച്ച, നിങ്ങളൊരു ഫുട്ബോൾക്ക് കളിക്കുകയാണെങ്കിൽ അത്ര റിസ്ക് പിടിച്ചൊരു പൊസിഷനാണ് നിങ്ങള്. ഇനി ഗോൾ കീപ്പേഴ്സിന് ഉള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ എന്റെ ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ കിട്ടണത് പറഞ്ഞുതരാം. അത് പറയാനുള്ളത്, ഒരിക്കലും നമുക്കൊരു പേടി ഉണ്ടാകാൻ പാടില്ല. എനിക്ക് നല്ലോണം പേടിയില്ലാതാണ്, കോൺഫിഡൻസ് കുറവുള്ള ഒരാളാണ്, നല്ലോണം പേടിയൊക്കെ ഉള്ള, പ്രഷർ ഇല്ലാതാണ്. ഞാൻ ഇതിനൊക്കെ പോയിക്കണം, കൗൺസിലിങ്ങിന് അങ്ങനത്തെ സംഭവത്തിനൊക്കെ പോയിക്കണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരിക്കലും പ്രഷർ ആവാതിരിക്കുക. പ്രഷർ ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്തോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ ടോപ്പേക്കാരം നമുക്ക്, പക്ഷെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? അത് പ്രഷർ ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളൊരു പോലീസിനെ കണ്ടു വണ്ടി ഓട്ടുന്നതിന്റെ ഇടയിൽ, നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം. പക്ഷെ എന്താ വെച്ചാല് അപ്പൊ ആ ടീമിൽ നമുക്ക് വെപ്രാളായിട്ട് ചാവി ഇരിക്കലോ അല്ലെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടൂല. അല്ലെങ്കിൽ ഒരു വണ്ടി മറന്നു വിചാരിക്കും. അപ്പൊ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് നീക്കുമ്പോ നമുക്ക് കൈയും കാലും മറക്കുക, അത് കണ്ടാവില്ല. അതെന്താ? പ്രഷർ ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്താ, വണ്ടി ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് നമ്മള്? അല്ലല്ലോ, വണ്ടി ഓടിക്കാനൊക്കെ അറിയില്ലേ. അപ്പോ ഈ പ്രഷർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന കാര്യം പോലും ചെയ്യാൻ വയ്ക്കൂല, വയ്ക്കുന്ന കാര്യം പോലും ചെയ്യാൻ വയ്ക്കൂല. അപ്പൊ ഒരിക്കലും നിങ്ങൾ പ്രഷർ ആവാതിരിക്കുക. അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. എക്സ്പീരിയൻസ് ആയിട്ട് പ്രഷർ മാറും. പിന്നെ ഞാൻ പറയുന്ന ആള് പ്രഷർ ഉള്ള ഒരാളാണ്. ഞാൻ എന്റെ ഈ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അല്ലാതെ ഞാൻ വമ്പ കോൺഫിഡൻസ് ആയ ആളാന്നല്ല പറയുന്നത്. അപ്പോ പിന്നെ കോൺഫിഡന്റ് ആവുക. ഇപ്പോ ആരാ, MS ധോണിയോ ആരാ പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ, ആരാന്നറിയില്ല. അതായത് മൂപ്പർക്ക് ടാലന്റഡ് ആയ ഒരു ആളെക്കാളും പേടി ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ടാലന്റഡ് ആയിട്ടുള്ള ഒരാളും ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാളും വന്ന് നിൽക്കുകയാണെങ്കിൽ ആൾക്ക് ഏറ്റവും പേടി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. ടാലന്റ് ഇല്ല ആളെക്കാൾ പേടി കോൺഫിഡന്റ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ കോൺഫിഡന്റ് ആവുക. പിന്നെ റിസ്ക് പിടിച്ച പൊസിഷനാണ്, കളിയാക്കലുകൾ ഉണ്ടാവും. നമ്മളെ വേറെ ഒന്നും കൂടി പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ ഗോൾ കീപ്പർ ആവുകയാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിൽ ഭയങ്കര ആയിട്ട് നാണം കെടും, ഒരു പൊട്ടന്മാരെ പോലെയൊക്കെ നിങ്ങളെ ലൈഫിലും അത് വരും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ ആൾക്കാരുടെ ഇടയിൽ ഈ കളിയാക്കലും പുച്ചൊക്കെയാണ് നമ്മൾ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ, നമ്മളെ ലൈഫിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കളിയാക്കലും പുച്ചൊക്കെ ആവും. അതായത് നമ്മൾക്കൊരു പൊട്ടത്തരല്ല. നിങ്ങളൊരു 100 കീപ്പർമാരെടുത്തു, അതിൽ 90 ചിലപ്പോൾ ഒരു 98 കീപ്പർമാരും ചെറിയൊരു പിരിയിലെ ആൾക്കാരെ, ഒരു ചെറിയൊരു അളക്കെന്നല്ല, അതങ്ങനെയാണ്. ഞാൻ കളിയാക്കല്ല, ഞാൻ കീപ്പറാണ്. ഒരു എന്താ, ഏത് ടീമിലും ഒരു കീപ്പറെ കാരണം ഒരു ചെറിയൊരു പൊട്ടത്തരം ഉണ്ടാവും, ഒരു കളിയാക്കലൊക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്. അതെന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ആയി വരുന്നതാണ് നമ്മൾ ഗോൾ കീപ്പർ ആയതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള കളിയാക്കാണ്, പുച്ചിക്കാണ്, നടയിൽ കൂടി വിടുകയാണ്. അത് ആ പൊസിഷനാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവര് മാത്രം ഗോൾ കീപ്പർ എന്നുള്ള ഒരു പൊസിഷനിക്ക് വരിക. ഓരോ പൊസിഷനും അതിന്റേതായ റിസ്ക് ഉണ്ട്. ഞാൻ ഗോൾ കീപ്പർ ആയതുകൊണ്ട് പറയാണ്, ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് കണ്ടതിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള തോന്നിയ കാര്യമാണ്. സംഭവങ്ങൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഓടണ്ട മണ്ടണ്ട മുതാകണ്ട അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എന്താ വെച്ചാൽ അതിനേക്കാളൊക്കെ ഒരു ഇതുണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്ന്. ഓടിയോ ചാടുക, അതിനേക്കാളൊക്കെ ഒരു ഇതുണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്ന്. ലാസ്റ്റ് മാനാണ്. മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ പറയൂ ആൾക്കാർ. അതെങ്ങനെയാണ്, എത്ര ആൾക്കാർ ഇങ്ങനെ പൊക്കി പറഞ്ഞു വിചാരിച്ചിട്ടും കാര്യമില്ല.
ഇപ്പൊ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണോ ഗോൾ കീപ്പറെ കളിയാക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെ. ഓരോ ടീമിൽ കളിക്കുമ്പോ നമ്മളെ മിസ്സായ ഓലും പറയും അതങ്ങനെയാണ്, ഗോൾ കീപ്പറിന് അങ്ങനെയാണ്. അപ്പൊ ഗോൾ കീപ്പർ എന്തെങ്കിലും പൊസിഷൻ എടുക്കുമ്പോ അത്രയും തയ്യാറായിട്ട് എടുക്കുക. ഭയങ്കര റിസ്ക് ഉള്ള ഒരു പൊസിഷനാണ് ഇത്. ഞങ്ങൾ ഡിസ്മോട്ടിവേറ്റ് ചെയ്യല്ലോ, വീണ്ടും വീണ്ടും പറയാണ്, റിയാലിറ്റി പറയാണ്, മനസ്സിലാക്കുക. അപ്പൊ ഇത്ര ഉള്ളു പറയാനുള്ളത്. അപ്പൊ ഓക്കെ, ഇത് വീഡിയോ എന്തായാലും ഇടും, നിങ്ങൾ കാണണ്ടോ എന്താ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഞാനും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു വേണ്ട. നമ്മളെ ചാനലിന്റെ പേരൊക്കെ ഇനി മാറ്റും, G4 ഗോൾ കീപ്പിംഗ് എന്നൊക്കെ മാറ്റും. നമ്മളെ കാര്യങ്ങൾ ഇടും. സ്നേഹലോല് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക, അല്ലാത്തവര് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇൻസ്റ്റയിലും പേജ് മാറ്റും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓക്കെ, ബൈ.